വലിയ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പൈസ ഇങ്ങനെ നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതേപോലെ ഹെൽത്തിന് വേണ്ടി അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എക്സസൈസ്, ഡയറ്റ്, ഫുഡ്, സ്ലീപ്പ്, റെസ്റ്റ്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഹെൽത്തി ആയിട്ടൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നന്മ 24ലേക്ക് സ്വാഗതം. നമ്മൾ കോളേജുകളിൽ വ്യത്യസ്ത തരം കരാട്ടെ, ജൂഡോ അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും നമ്മുടെ കൂടെ നമ്മുടെ അതിഥി ഇന്ന് ചേരുന്നത് അജിത് ജോൺസൺ ആണ്. ഭാരതമാതാ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നമസ്കാരം, നന്മ 24ലേക്ക് സ്വാഗതം. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹം സംസ്ഥാന തലത്തിൽ നടന്ന ജൂഡോ മത്സരങ്ങൾ, വ്യത്യസ്ത ഇനം മത്സരങ്ങൾ 1 മാസത്തിനുള്ളിൽ 4 മെഡലുകൾ കരസ്ഥമാക്കിയ ആളാണ് അജിത് ജോൺസൺ. അപ്പോൾ തീർച്ചയായും അജിത് ജോൺസൺ മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രേരണയാകും. കാരണം നല്ലൊരു ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും മികവുറ്റ ആൾ, പ്രത്യേകിച്ച് IT നഗരമായ കാക്കനാടാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചതെന്നും ഇനി മറ്റുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഇതുപോലെയുള്ള ഇനി നമ്മൾക്കറിയാം ഇപ്പോൾ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കലകളും ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അജിത് ജോൺസന് പറയാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഏതായാലും കൺഗ്രാജുലേഷൻ. താങ്ക് യു. പിന്നെ ഭാരതമാതാ കോളേജിലെ വളരെ എല്ലാവരുമായിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാവരുമായിട്ട് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്ന ഒരു ചിരിക്കുന്ന മുഖമാണ് താങ്കളുടെ അടുത്ത് കണ്ടത്. എങ്ങനെയാണ് ഈ മെഡലുകൾ കിട്ടിയത്? ഈ ഒരു സാഹചര്യം എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്? ഈ ഒരു മെഡലിനെ കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ. എൻ്റെ പേര് അജിത് ജോൺസൺ. ഞാൻ തൃക്കാക്കര ഭാരതമാതാ കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. കഴിഞ്ഞ ഒരു 8-9 വർഷമായി കണ്ടിന്യൂസ്ലി ഞാൻ ഇതുപോലെ മാർഷൽ ആർട്സുകളിലാണ്, വ്യത്യസ്തമായ മാർഷൽ ആർട്സുകളാണ് ട്രൈ ചെയ്യാറ്. അതിൽ ഹയസ്റ്റ് അച്ചീവ്മെൻറ്റിൽ എത്താൻ സാധിച്ചത് എനിക്ക് റീസെൻ്റ്ലി ആയിട്ടുള്ള ഈ 2 വർഷങ്ങളിലാണ്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് നാഷണൽ ഗോൾഡ് വിൻ ചെയ്യാൻ പറ്റിയത് മാസ്റ്റേഴ്സിൽ. അത് കേരള സ്റ്റേറ്റിലും വിൻ ചെയ്തു, നാഷണൽസിലും വിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ പിന്നെയും അഗെയിൻ കേരള സ്റ്റേറ്റിൽ ചാമ്പ്യനാകാൻ പറ്റി. അതുപോലെ തുടർച്ചയായിട്ടുള്ള ബീച്ച് ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ 2ാമതായിട്ട് ഇവിടെ നമ്മുടെ വൈപ്പിനിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഗോൾഡ് കൊണ്ടുവരാൻ സാധിച്ചു. തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അത് സാധിച്ചത്. ഒരുപാട് തുടക്കത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. കാരണം ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പം കൊച്ചി പോലുള്ള സ്ഥലം വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ തേവര SH കോളേജിലാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. ഡിഗ്രിക്ക് വരുന്ന അവിടെയാണ്, എറണാകുളത്ത്. അങ്ങനെ അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലേ എനിക്ക് മാർഷൽ ആർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിനോട് വീട്ടുകാർക്ക് അധികം യോജിപ്പില്ല. കാരണം വഴക്കുണ്ടാക്കും, അങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് മാറിപ്പോവും, ഗുണ്ടയാവും, അങ്ങനെയൊക്കെ. ഇതിനിടയ്ക്ക് ഞാൻ നടപെട്ടോട്ടെ. ഇപ്പം ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. ഞാനും കുറേ നാൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ആയോധന കലകളൊക്കെ നമ്മൾ അഭ്യസിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു അപ്രതീക്ഷിതമായിട്ടൊരു അറ്റാക്ക് വന്നാൽ നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം, അല്ലേ? അതെ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത്. ഒരാളെ അടിക്കാനോ കൊല്ലാനോ അങ്ങനെയൊന്നും അല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഏതായാലും പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ പല പേരൻസിൻ്റെയും കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇടിയാണ്, ഭയങ്കര മർദ്ദനമാണ്, ആ ഒരു രീതിയിൽ. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വെറുതെ പോയിട്ട് നമ്മൾ ഈ റോട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഇടിയല്ല. നമ്മൾ ആദ്യം ഈ ഗെയിം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒപ്പോണൻറ്റിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിപ്പോൾ ജയിക്കുവാണേലും തോൽക്കുവാണേലും, ഇന്നത്തെ നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് തോക്കുവാണേലും ജയിക്കുവാണേലും പേരൻസ് പറഞ്ഞ് അവരെ കണ്ടുപഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സംസാരിക്കുമ്പോൾ നേരെ സ്പോർട്സിൽ വരുവാണെങ്കിൽ ഇപ്പോൾ പരാജയപ്പെടുന്ന ഒരാളെ ജയിക്കുന്ന ആളാണേലും റെസ്പെക്ട് ചെയ്യും. അതിപ്പോൾ അയാൾ തോറ്റ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. അത് ഏത് ചെറിയ കുട്ടിക്ക് മുതലും നമുക്ക് മനസ്സിലാക്കി വരാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സ്പോർട്സിലാണേലും സാറ് കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൈ കൊടുത്താണ് ലാസ്റ്റ് പിരിയുക ഗെയിമിന് ശേഷം. നമ്മൾ മാർഷൽ ആർട്സിൽ അതുപോലെ. അപ്പം നമ്മളിത് മറ്റുള്ളവരുടെ മുമ്പിൽ ബോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിനയം അയാളുടെ മുമ്പിൽ കാണിക്കും. നമ്മൾ ജയിച്ചെങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും ഒപ്പോണൻറ്റുമായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ചെറിയൊരു ഫോൾട്ടിൻ്റെ പുറത്തായിരിക്കും ജയിക്കുക. ഇപ്പോൾ ജൂഡോ ഒക്കെ ആണെങ്കിൽ ത്രോവിങ് ഈവൻ്റ് ആണ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മൾ ഈ വിൻ ചെയ്യുന്ന മൂവിലോട്ട് വരുന്നത്. കുറേ നേരം ചിലപ്പം ബലം പിടിച്ച് നിൽക്കും. 2 പേരും ഈക്വൽ ഇതാണെങ്കിൽ ടെക്നിക്കൽ ആരുടെ സൈഡിലാണോ ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ത്രോ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ ഒരു 2 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കാം. അതിന് ശേഷമായിരിക്കും ഈ ഒരു ത്രോ വരുന്നത്. അപ്പോൾ അത്രയും നേരത്തെ എഫോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുക്കുന്ന
ആ ഒരു അത്ര എനർജി നമുക്ക് അവിടെ ആ ഒരു 2 മിനിറ്റിൽ വേണം. അത്രത്തോളം നമ്മൾ നമ്മുടെ എനർജി അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറേ ഹാർഡായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ മെഡലൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇതൊന്നും ആദ്യം ഇങ്ങനെയല്ലായിരുന്നു. ആദ്യം ഇറങ്ങിയ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നൊരു 4-5 മത്സരങ്ങളിൽ അടപടലം പൊട്ടി, തുടക്കം തന്നെ തോറ്റുപോയി. അപ്പോഴ് വാശി ഉണ്ടായിരുന്നു പിന്നെയും ജയിക്കണമെന്ന്. അങ്ങനെ 3-4 തവണ ആയപ്പോഴും തോക്കുമ്പോഴും പിന്നെ തോക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളങ്ങ് ചെയ്ത് നോക്കാനായിട്ട് തോന്നി മനസ്സിന്. പക്ഷെ ആ ഒരു പുറകിൽ നിന്ന് തിരിച്ച് മുമ്പിലോട്ട് കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു സ്പിരിറ്റ്, നമ്മുടെ വെയിറ്റ് കാറ്റഗറിയിൽ നമ്മളെ കേരളത്തിൽ ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്നൊരു നമ്മുടെ പേര് വരുമ്പം അതൊരു വല്ലാത്തൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് വില്ലേജ് ഏരിയ, ലൈക്ക് മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ ഇടുക്കിയിൽ. അവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഞാനവിടെ അറിയപ്പെടുന്നതും ഈ സ്പോർട്സിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പം കേരളത്തിന് വേണ്ടി മെഡൽ കൊണ്ടുവരാൻ പറ്റിയപ്പം നാട്ടുകാരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പം കാക്കനാട് ആണെങ്കിലും അദ്ദേഹം നല്ലൊരു ഇടുക്കിക്കാരനാണ്. ഇനിയിപ്പോൾ കാക്കനാട് തന്നെ സെറ്റിൽഡ് ആയി. അപ്പം ഇനിയിപ്പം എറണാകുളത്തിന് വേണ്ടിയും കൂടി ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. മാസ്റ്റേഴ്സ് കാറ്റഗറി ഇനി ഞാൻ ട്രൈ ചെയ്യും. ഉറപ്പായിട്ടും നല്ലൊരു ഇന്റർനാഷണൽ അച്ചീവ്മെന്റ് കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്നെപ്പോലെ എനിക്ക് തോന്നുന്നു താല്പര്യമുള്ള കുട്ടികളുണ്ട്, അവരെയും ഇത് ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരാം. മാർഷൽ ആർട്സ് എന്താണെന്ന് അറിയിക്കണം, അതിൻ്റെ ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനകത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ റെയിൽവേ, എയർഫോഴ്സ്, ഇവരെല്ലാവരും ഇതുപോലെ റെസ്ലിംഗ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഗവൺമെന്റ് പോസ്റ്റിലോട്ടോ പെർമനന്റ് ജോബിലോട്ടോ ഒക്കെ എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം ചുമ്മാതെ ഒന്നും പോയാൽ മെഡൽ കിട്ടത്തില്ല. കാരണം നമ്മൾ എവിടെ നോക്കിയാൽ അക്കാഡമികളും കാര്യങ്ങളൊക്കെ ഒരുപാട് തുടങ്ങി, ഒരുപാട് പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് എത്രത്തോളം പിള്ളേർ ചെയ്യുന്നു അതനുസരിച്ച് കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. അപ്പോൾ മെഡൽ അച്ചീവ് ചെയ്യാനുള്ളൊരു ഇതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡ് നല്ലൊരു മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും വീട്ടിൽ വെറുതെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ഇരുന്ന് ഫോണിൽ വീഡിയോ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മറിച്ച് ഇതുപോലൊരു മാർഷൽ ആർട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ്, മാർഷൽ ആർട്സ് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു സ്പോർട്സ് ഈവൻറ്റിന് വേണ്ടി ഒരു 1/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഈ നമ്മുടെ ലൈഫിൽ എന്ത് ഗോളാണ് ടച്ച് ചെയ്യുന്നത് അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ലൈഫിൽ എൻഡിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. സാധാരണ ആൾക്കാരെല്ലാം നോക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, പൈസ ഉണ്ടാക്കും. പക്ഷേ ഈ പൈസ ഉണ്ടാക്കി നമ്മളൊന്ന് ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും നമുക്കൊരു വലിയ അസുഖം വരുന്നത്. അല്ലെ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ വന്നേക്കാം. അതെ, അങ്ങനെയൊക്കെ വരാം. പക്ഷേ ആ ഒരു സംഭവത്തിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും നമ്മുടെ ഹെൽത്ത് വൈസ് ആയിട്ട്. എപ്പോഴും പൈസ പോയാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഹെൽത്ത് ആണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ ആ ഹെൽത്ത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം കൂടെ സ്പോർട്സിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നമ്മളൊരു നല്ല ഗെയിം ചൂസ് ചെയ്യുവാണെങ്കിൽ, ഒരിക്കലും റെസ്ലിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെ ജൂഡോ എന്ന് പറയുന്നില്ല, ജിജിറ്റ്സു എന്ന് പറയുന്നില്ല, ഇഷ്ടമുള്ളൊരു ഗെയിം ചൂസ് ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് അവർക്ക് അവരുടെ ഹെൽത്ത് വൈസ് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനും സാധിക്കും. ഒന്ന് മനസ്സിലാകുന്നത് ഭാരതമാതാ കോളേജ് താങ്കളെപ്പോലുള്ള ആളുകളെ എടുക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നു. അവിടെ കുട്ടികളൊക്കെ നല്ല സ്മാർട്ടാണ്, സ്പോർട്സിലൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളിലും ഭാരതമാതാ കോളേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ കോളേജിലാണെങ്കിലും ശരി, ഭാരത് മാതാ കോളേജ് നല്ലൊരു കോളേജായിരുന്നു. അപ്പം അവിടെ നമുക്ക് കൊച്ചി ആയതുകൊണ്ട് ഒരുപാട് സോഴ്സ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓരോ കുട്ടിയുടെയും ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയാൻ പോകേണ്ട വഴി നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. കാരണം നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാഡ്മിൻ്റൺ ചാമ്പ്യൻസ് ആകുന്നുണ്ട്, റണ്ണേഴ്സ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അത് MG യൂണിവേഴ്സിറ്റിയാണ്, ക്രിക്കറ്റ് ചാമ്പ്യൻസ് ആണ്. അതുപോലെ തന്നെ ചെസ്സിൽ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കബഡി, റീസെൻ്റ്ലി കബഡി നമ്മൾ റണ്ണേഴ്സായി. അപ്പോൾ ഓരോ ഗെയിമും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ തൈക്കോണ്ടോ, മാർഷൽ ആർട്സിൽ നമ്മൾ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അച്ചീവ്ഡ് ആയിട്ടുള്ള പിള്ളേർ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവൽ പവർ ലിഫ്റ്റിങ്ങിലൊക്കെ പിള്ളേർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മെഡൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പേരൻസും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയും ചെയ്യേണ്ടത്. സ്പോർട്സിനെ മാറ്റി നിർത്തരുത്. ഇപ്പോൾ സച്ചിനൊക്കെ വലിയൊരാളായതുകൊണ്ട് മാത്രമാണ് നമുക്ക് സച്ചിനോടും അല്ലെങ്കിൽ ക്രിക്കറ്റിനോടൊക്കെ ഒരു റെസ്പെക്ട് തോന്നുന്നത്. മറിച്ച് ഇനി വരുന്ന തലമുറയ്ക്കും ഇതേ ഒരു റെസ്പെക്ട് കൊടുത്താലേ ഫ്യൂച്ചറിലോട്ട് നമുക്ക് നല്ലൊരു ജനതയെ അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സുകാരായിട്ട് കൊണ്ടുപോകാം. ഒളിമ്പിക്സ് വരുമ്പോൾ മെഡലില്ല, സങ്കടമാണ്. ക്രിക്കറ്റ് വരുമ്പം നമുക്ക് മത്സരത്തിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ വിഷമമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് അച്ചീവ്മെന്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെറുതിലേ ചെയ്യിക്കണം. ചെറുതിലേ നമ്മൾ വിജയന്റെ ഉദാഹരണം തരുമോ? ഉറപ്പായിട്ടും അത് നല്ലൊരു ഉദാഹരണമാണ്. ഒരുപാട് പേരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം പൈസ കൊണ്ട് ഒരിക്കലും സ്പോർട്സിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഹാർഡ് വർക്ക് വേണം. ഫിസിക്കലി നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു അച്ചീവ്മെന്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഇപ്പോൾ ചിലർ പറയും
4 പേരോട് ഗുസ്തി പിടിച്ചിട്ടാണോ നീ ചാമ്പ്യൻ ആകുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. 2-3 പേരെ അല്ലേ തോപ്പിച്ചുള്ളൂ, എങ്ങനെ ചോദിക്കും, ബാക്കിയുള്ളവരെ തോപ്പിക്കും. നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്ത് എപ്പോണന്റിനെ തീർച്ചയായും താഴെ മലത്തി അടിക്കുക എന്നുള്ളത് നമ്മൾ ഈ കാഴ്ച കാണുന്നത്രയും നിസ്സാരമല്ല. അത് നമ്മൾ ആ മാറ്റി പോയിട്ട് ഓഡിയൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ചിലപ്പോൾ അതോടൊപ്പം നമ്മുടെ സ്ക്രീനിൽ കാണാം കേട്ടോ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കണ്ടോളൂ കേട്ടോ. ഓക്കെ. അപ്പം ഈ ഒരു ഈവെന്റിലല്ല ആ ഒരു ടെക്നിക്കിലോട്ട് വരാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ടെക്നിക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ അനുസരിച്ച് വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 വർഷം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് 2-3 ദിവസം നമ്മളത് ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും വീണാലോ അങ്ങനെ എങ്ങനെ സംഭവിച്ചാലും അത് നമ്മുടെ ഓൺ കൺട്രോളല്ല. നമ്മൾ ഓൺ കൺട്രോളിൽ നമുക്കത് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ. ഒരാളെ നമ്മൾക്ക് നമ്മുടെ ഒരു ഒപ്പോണന്റിനെ നമ്മൾ തറയിലിട്ട് നിറം പറ്റിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഫോർട്ട് ഒരു 1.5 വർഷം ആ ഒരു എഫോർട്ട് നല്ല രീതിയിൽ എടുത്താൽ മാത്രമാണ് വിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ശരി, ഏതായാലും നല്ല ഒരു നിർദ്ദേശവും ഉപദേശവും നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ നല്ല, പ്രത്യേകിച്ച് ഈ ഒരു ഏജിലാണ് ഇദ്ദേഹം ഇത്രത്തോളം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചത്. നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും ഏതൊക്കെ ഇനത്തിൽ എങ്ങനെയാണ് ഈ ഒരു മെഡലുകൾ കിട്ടിയത്, ഒന്ന് പറഞ്ഞാൽ മതി സാർ. ഞാൻ എൻ്റെ തുടക്കം റെസ്ലിങ്ങിലായിരുന്നു. അപ്പോൾ റെസ്ലിംഗ് ലെവലിലെ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് കൊണ്ടുവരുന്ന റെസ്ലിങ്ങിലാണ്. അപ്പോൾ റെസ്ലിങ്ങിൽ എനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയിൽ സിൽവർ മെഡലാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെയാണ് ഞാൻ ഈ റെസ്ലിങ്ങിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ജൂഡോയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ജൂഡോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3rd പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പയ്യെ കൂടി ആ ജൂഡോ മാറി ജുജുത്സുവിലോട്ടും ബീച്ച് ജൂഡോയിലോട്ടൊക്കെ ആയിട്ട് പ്രാക്ടീസ് വന്നു. അപ്പം ഈ ജൂഡോ എപ്പോഴും എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ 1-2 പേരുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്കൊരു കോച്ച് ഉണ്ടായിരുന്നു, രാജൻ വർഗീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ അക്കാഡമിയിൽ വിളിക്കും, അവിടെയാണ് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ജൂഡോ തന്നെയാണ് കൺവേർട്ടഡ് ആയിട്ട് ജുജുത്സുവിലോട്ട് പോയത്. ജുജുത്സു ഒരു ബ്രസീലിയൻ മാർഷൽ ആർട്സ് ആണ്, ജൂഡോ ഒരു ജപ്പാനീസ് മാർഷൽ ആർട്സ് ആണ്. അപ്പോൾ 2 രാജ്യക്കാരുടെ ആണെങ്കിലും ഓൾമോസ്റ്റ് ഇതെല്ലാം സിമിലർ ആയിട്ട് വരും. കാരണം മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാൾക്ക് ജൂഡോ, റെസ്ലിംഗ്, തൈക്കോണ്ടോ ഇതിനെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഇതെല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ റെസ്ലിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് അതിൽ നിലനിർത്താൻ എളുപ്പമാണ്. ജൂഡോ മാത്രമായിട്ട് സൃഷ്ടി ചെയ്യുവാണെങ്കിൽ ജൂഡോയിൽ തന്നെ ഇതിന്റെ വേരിയൻസ് ആയിട്ട് വരുന്ന ജുജുത്സു ഉണ്ട്, അത് രണ്ടും ഉണ്ട്. റെസ്ലിംഗും വരും ജൂഡോയും വരും. ഇതിന്റെ മിക്സഡ് മാർഷൽ ആർട്സ് ആണ്, ലൈക്ക് കിക്ക് ബോക്സിംഗ് ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഈ ജുജുത്സുവിൽ ഗ്രൗണ്ട് ടെക്നിക്കും ഉണ്ട്, അല്ലാണ്ട് കോമ്പാക്റ്റും ഉണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന കിക്ക് ബോക്സിംഗ് പോലെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്രൗണ്ടിൽ ചെയ്യുന്ന ഇതുമുണ്ട്, ഗെയിമും ഉണ്ട്. അപ്പോൾ ഈ 2 ഈവെന്റിൽ ഞാൻ മത്സരിക്കാൻ ഗ്രൗണ്ട് ഈവെന്റിൽ വെറുതെ ഒന്ന് മത്സരിച്ച് നോക്കിയതാ. കോമ്പാക്റ്റ് ആണ് കുറച്ചുകൂടി ഇഷ്ടം, മിക്സഡ് മാർഷൽ ആർട്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഇതിലും എനിക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റി. ഈ വർഷമാണ് അങ്ങനെ 2 മെഡൽ ഒരുമിച്ച് വരുന്നത്. അതുപോലെ തന്നെ ജൂഡോയിൽ ഒരു മാസത്തിനുള്ളിൽ മത്സരം. സാധാരണ മത്സരങ്ങളൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ടാകാറുണ്ട്, ഗ്യാപ്പ്. ഇതിപ്പം നമ്മുടെ ന്യൂ ഇയർ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഒരുമിച്ചാണ് നടത്തിയത്. കാർണിവലിന്റെ ഭാഗമായിട്ട് മത്സരങ്ങൾ ഒരുമിച്ച് നടത്തി. അപ്പൊ ആ ഒരു രീതിയിൽ ഒരുമിച്ച് 4 അച്ചീവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. 4 ഗോൾഡ് മെഡലാണ്. അതുപോലെ തന്നെ നാഷണൽസിലോട്ട് പാർട്ടിസിപ്പേഷനും കിട്ടിയിട്ടുണ്ട്. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു ഗെയിമിൽ കൊണ്ടുപോയി പിള്ളേരെ വിടുക എന്നുള്ളതിന് നിർത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിം, അത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണോ, അവരതിൻ്റെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ, എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം, ആ ഒരു ടാലൻറ്റ് നമ്മുടെ പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം ഒരിക്കലും വോളിബോൾ കളിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് റെസ്ലിംഗ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ആ കുട്ടി ബോളിൻ്റെ കാര്യത്തിലായിരിക്കും. മറിച്ച് മാർഷൽ ആർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കോച്ചുമാർക്ക് എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെ ഇപ്പം ഞാനിപ്പം സെറ്റിൽഡ് ആയിരിക്കുന്നത് കാക്കനാടാണ്. അപ്പോൾ ഇതിന് അറൗണ്ടഡ് ആയിട്ടുള്ള കുട്ടികളിൽ അങ്ങനെ ഒരു താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അക്കാഡമി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു നല്ല അക്കാഡമി, വെറൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് രീതിയിൽ, വെറുതെ ഏതെങ്കിലും തട്ടിക്കൂട്ടി അങ്ങനെ ചെയ്യല്ല. അത്യാവശ്യം നല്ല സ്പേസിൽ വ്യത്യസ്തമായ മാർഷൽ ആർട്സ്, ലൈക്ക് ജൂഡോ ആണെങ്കിൽ ജൂഡോ, റെസ്ലിംഗ്, തൈക്കോണ്ടോ, കിക്ക് ബോക്സിങ്, ഇതെല്ലാം കൂടെ പല ടൈമിലായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും വലിയ അധികം ഫീസൊന്നും ഇല്ല. ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ കുറച്ച് ചെറിയൊരു ഫീസ് വേണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടല്ല. അവർ തരുന്ന തരുന്ന പൈസയ്ക്ക് ഒരു മൂല്യം ഉണ്ടെന്ന് അവരും മനസ്സിലാക്കണം. കാരണം വെറുതെ കിട്ടിയാൽ ആർക്കും ഒരു
വില ഉണ്ടാവില്ല അതിന്. അപ്പൊ ചെറിയൊരു രീതിയിലൊരു ഫീസ് ചെറിയൊരു ഫീസ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അതുകൊണ്ട് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, അവരൊരു നല്ല സ്കില്ല് അച്ചീവ് ചെയ്യുന്നു. 2, അവരുടെ ഹെൽത്ത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്ക് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കുറച്ച് ബോൾ ഗെയിംസ് ഇതൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടാവും. പക്ഷെ പേരൻസ് പലപ്പോഴും തിരിച്ചറിയില്ല. അവർക്ക് എപ്പോഴും ഫോണാണ്, ഗെയിമാണ് അഡിക്ഷൻ, അങ്ങനെയാണ് അവർ പറയാറ്. പക്ഷെ എങ്ങനെ ഇതിനെ മാറ്റാമെന്നുള്ളത് നോക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ ഫ്യൂച്ചറിലോട്ട് ചിന്തിക്കുന്നത്, ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇന്നത്തെ ഫ്ലാറ്റുകൾക്കുള്ളിൽ തന്നെയുണ്ട്. അവരെ പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നല്ലൊരു എക്സ്പ്ലോഷർ അവർ കൊടുക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അവർ ചെയ്തോളും. നമ്മളായിട്ടൊന്നും ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മരം കയറ്റാനായിട്ട് ഉന്തി കൊടുക്കുക, കയറേണ്ടത് അവരാണ്. അപ്പോൾ ആ ഒരു വേയോ അതൊന്നും തുറന്നു കൊടുക്കുക. അത് ഇന്നത്തെ പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ്സായിട്ട് മാറുവാണ് എല്ലാ കാര്യങ്ങളും. ഏതായാലും താങ്കളിപ്പം ഭാരതമാത കോളേജ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കോളേജിൽ നിന്ന് നമ്മുടെ അതിൻ്റെ മാനേജർ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് കോളേജിലെ മാനേജർ പറയുന്നത് ഇങ്ങനെയാണ്. അജിത് ജോൺസൺ ഇവിടുത്തെ ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലെ അധ്യാപകനാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള അധ്യാപകനാണ് ഞങ്ങളുടെ അജിത് ജോൺസൺ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികളെ, റോബിൻ സാറിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്പോർട്സ് ലെവലിൽ വളരെയധികം ഉത്തേജനവും ഉണർവും കൊടുക്കുന്ന, മോട്ടിവേഷൻ നൽകുന്ന ഒരു നല്ല അധ്യാപകൻ. അദ്ദേഹത്തിനാണ് സ്റ്റേറ്റ് ലെവലിൽ ജൂഡോയിലും ജുജുത്സുവിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചത്. ഈ സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അദ്ദേഹത്തോട് ഒരു മാനേജർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനവും ഞങ്ങൾക്ക് സന്തോഷവുമാണ്. അദ്ദേഹം നാഷണൽ ലെവലിലേക്ക് മത്സരത്തിനായിട്ട് പോവുകയാണ്. അജിത് ജോൺസന് ഈ സ്ഥാപനത്തിൻ്റെ, ഭാരതമാതാ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. വിജയിച്ച് ഈ സ്ഥാപനത്തിൻ്റെ പൊൻതൂവലായിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കേട്ടല്ലോ. അപ്പം മാനേജറുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരം മാത്രമല്ല, പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി. ഇനി നമുക്ക് കോളേജ് പ്രിൻസിപ്പളിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അജിത് ജോൺസൺ ഭാരതമാതാ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു വരികയാണ്. ജുജിത്സുവിലും ജൂഡോയിലും സ്റ്റേറ്റ് ലെവലിൽ 3 ഗോൾഡ് മെഡലുകൾ ഇതിനോടകം നേടിയിട്ടുണ്ട്. ഭാരതമാതാ കോളേജ് എന്നും സ്പോർട്സിന് അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരതമാതാ കോളേജ് ഈ ഒരു വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. അജിത് ജോൺസന് എല്ലാവിധ ആശംസകളും നേരും. അപ്പോൾ കേട്ടല്ലോ, ഏതായാലും നല്ലൊരു ഭാവി താങ്കൾക്കുണ്ട്. അതോടൊപ്പം താങ്കളുടെ ശിഷ്യരായിട്ട് തന്നെ വരുന്ന ആളുകൾ, ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കല നമ്മൾ ഒരാളെ അടിക്കാനോ ഇടിക്കാനോ കൊല്ലാനോ ഒന്നുമല്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമാണ് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മയക്കുമരുന്നും അങ്ങനെയുള്ള ലെവലിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, IT നഗരമാണ്, ജില്ലാ ആസ്ഥാനമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെയുള്ള പ്രവണതകൾ കൂടി വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണതയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഇങ്ങനെയുള്ള കലകൾ അഭ്യസിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേക്കാവോ? ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ 9633136657. ഏതായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഗുണകരമായി എന്ന് തന്നെ വിചാരിക്കുന്നു. നന്മ 24 ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ജനങ്ങൾ അറിയേണ്ട, കുട്ടികൾ അറിയേണ്ട ഈ ഒരു ആത്മഹത്യാ പ്രവണതയിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ, മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ ഉള്ള ഇങ്ങനെയുള്ള വിവിധ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിലൂടെ അറിയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താം. ഏതായാലും ഇതുവരെ ഞങ്ങളോടൊപ്പം
നമ്മുടെ പ്രേക്ഷകർ കൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം കേൾക്കുകയും ഇനി വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ ഒരു അനുഭവം അല്ലേ, അതെ. എന്താ പറയാനുള്ളത്, എന്തെങ്കിലും പറയണ്ട അവസാനമായിട്ട്? ഇല്ല, എല്ലാവരും ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ചെറിയ പിള്ളേരെ പറ്റി മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ച് പോയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇല്ല എന്നൊരു പ്രശ്നമാണ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. പൈസ രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരോഗ്യമാണ്. അപ്പം കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പൈസ ഇങ്ങനെ നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതേപോലെ ഹെൽത്തിന് വേണ്ടി അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എക്സസൈസ്, ഡയറ്റ്, ഫുഡ്, സ്ലീപ്പ്, റെസ്റ്റ്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഹെൽത്തി ആയിട്ടൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എനിക്കും ആവശ്യം അങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസും. അതാണ് ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മുമ്പോട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഹെൽത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പും നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എനിക്ക് ചെയ്യാൻ സാധിക്കും. സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. പറ്റുവാണെങ്കിൽ ഇതുപോലുള്ള വർക്ക്ഷോപ്പുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കാക്കനാട് ചെയ്യാൻ പറ്റും. വികസനത്തിന് വേണ്ടിയിട്ടും സ്പോർട്സിൻ്റെതായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഉറപ്പായിട്ടും എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായും ഞാനും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടോ, സൈസ് കുറവ്. മിക്ക ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ബാഡ്മിൻ്റൺ ഉണ്ട്, എല്ലാ ദിവസവും രാത്രി വൈകുന്നേരം 8 മണി മുതൽ 10 മണി വരെ ബാഡ്മിൻ്റൺ. അതുപോലെ തന്നെ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജിലൊക്കെ കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പോന്നു. അപ്പം ഇതുപോലെ ആ ഒരു രീതിയിൽ ഞാനും ഇത്രയും ആയിട്ടില്ല കേട്ടോ, എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.